നമസ്കാരം. പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രിയും ഉപപ്രധാനമന്ത്രിയുമായ ഇഷാഖ് ദാറിന്റെ കുടുംബത്തെ പ്രതിക്കൂട്ടിലാക്കുന്ന ഞെട്ടിപ്പിക്കുന്ന ക്രിമിനൽ കേസ് പുറത്തെത്തിയിരിക്കുകയാണ്. ലാഹോറിൽ 2 വിദേശ വനിതകളെ തട്ടിക്കൊണ്ടുപോയി കൂട്ടബലാത്സംഗം ചെയ്ത സംഭവത്തിലാണ് മന്ത്രിയുടെ കൊച്ചുമകൻ മുഹമ്മദ് റാസ ധാർ ഉൾപ്പെടെ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തത്. നെതർലാൻഡ്സ് വെനിസ്വല പൗരന്മാരായ 2 വനിതകളാണ് ഈ ക്രൂരതയ്ക്ക് ഇരയായത്. 2025 ഒക്ടോബറിൽ സിംഗപ്പൂരിൽ വെച്ചാണ് ക്രിപ്റ്റോ കറൻസി നിക്ഷേപവുമായി ബന്ധപ്പെട്ട് ഇവർ റാസ ധാറിനെ പരിചയപ്പെടുന്നത്. വിശ്വാസം നേടിയെടുത്ത ശേഷം ബിസിനസ് ആവശ്യത്തിനായി പാകിസ്ഥാനിലേക്ക് ക്ഷണിക്കുകയായിരുന്നു. 2026 ജൂൺ 29 ലാഹോറിലെത്തിയ ഉടൻ തന്നെ ഇവരെ റാസ ധാറും കൂട്ടാളികളും ചേർന്ന് ഒഴിഞ്ഞ വീട്ടിലേക്ക് തട്ടിക്കൊണ്ടുപോയി. തുടർന്നുള്ള ദിവസങ്ങളിൽ ഭീഷണിപ്പെടുത്തി പണം തട്ടുകയും ക്രൂരമായി കൂട്ടബലാത്സംഗത്തിനും ശാരീരിക മർദ്ദനത്തിനും ഇരയാക്കുകയും ചെയ്തു. $1.5 മില്യൺ, അതായത് ഏകദേശം 45 കോടി രൂപ ക്രിപ്റ്റോ കറൻസിയായി മോചനദ്രവ്യമായി ഇവർ ആവശ്യപ്പെട്ടു. കേസിൽ മുഹമ്മദ് റാസ ധാർ, ഹസൻ റാസ, സിക്കന്ദർ ഖാൻ, സാജിദ് അലി എന്നിവരെ കോടതി 5 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. എന്നാൽ എഫ്ഐആറിൽ ബോസ് എന്ന് മാത്രം രേഖപ്പെടുത്തിയിട്ടുള്ള 5ാമത്തെ പ്രതി ഇപ്പോഴും ഒളിവിലാണ്. ഇയാളെ പിടികൂടുന്നത് പാകിസ്ഥാൻ രാഷ്ട്രീയത്തെ തന്നെ പിടിച്ചുകുലുക്കുന്ന വെളിപ്പെടുത്തലുകൾക്ക് കാരണമാകും എന്നാണ് സോഷ്യൽ മീഡിയയിൽ, അതായത് ഈ ഒരു കാരണം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ സൈനിക മേധാവികളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന സെനറ്റർ ഫൈസൽ വാബത്ത് ശനിയാഴ്ചയാണ് ഇഷാഖ് ദാറിന്റെ രാജി ആവശ്യപ്പെട്ട് രംഗത്തെത്തിയത്. കേസിൽ മന്ത്രിയുടെ ബന്ധുവിനെ സംരക്ഷിക്കാൻ ഫെഡറൽ ഗവൺമെന്റും പഞ്ചാബ് പ്രവിശ്യ സർക്കാരും ശ്രമിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം. പാകിസ്ഥാൻ ഒരു കുടുംബ കോർപ്പറേഷനെ പോലെയാണ് പ്രവർത്തിക്കുന്നതെന്നും ഇഷാഖ് ദാറിനെ രൂക്ഷമായ വിമർശനവുമായി രംഗത്തെത്തിയ സെനറ്റർ വാബ്ദ അറിയിച്ചു. സംഭവത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഇഷാഖ് ദാറിന്റെ കൊച്ചുമകനെ പ്രധാന പ്രതി എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. വിദേശ എംബസികൾ ഇടപെട്ടതിനു ശേഷം മാത്രമാണ് റാസ ധാറിന്റെ അറസ്റ്റ് ഉണ്ടായത്. ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ നിലനിൽക്കെ എങ്ങനെയാണ് ഇഷാഖ് ദാറിന് ലോകത്തിനു മുന്നിൽ പാകിസ്ഥാന്റെ ഉപപ്രധാനമന്ത്രിയായും വിദേശകാര്യമന്ത്രിയായി തുടരാൻ കഴിയുന്നത്? എന്തായാലും പാകിസ്ഥാന്റെ അന്താരാഷ്ട്ര പ്രതിച്ഛായയെ കുറിച്ച് അല്പമെങ്കിലും ചിന്തയുണ്ട് എങ്കിൽ ഇഷാഖ് ദാർ ഉടൻ തന്നെ രാജിവെക്കണം എന്നാണ് പൊതുവെ ഉയരുന്ന വിമർശനം. പാകിസ്ഥാൻ സൈനിക വിഭാഗത്തോട് അടുപ്പം പുലർത്തുന്ന ആളാണ് വാബ്ദ. ഭരണസഖ്യത്തിലെ പാർട്ടികളായ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി, പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നവാസ് എന്നിവയുടെ പിൻബലത്തോടെ സെനറ്റായി തെരഞ്ഞെടുക്കപ്പെട്ടു എങ്കിലും ഏതെങ്കിലും പ്രത്യേക രാഷ്ട്രീയ പാർട്ടി അദ്ദേഹം പ്രതിനിധീകരിക്കുന്നില്ല. കൂടാതെ കേസിനെ ബലാത്സംഗത്തിൽ നിന്നും കവർച്ചയാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നും വിദേശികളായ ഇരകളെ എത്രയും വേഗം അവരുടെ രാജ്യത്തേക്ക് തിരിച്ചയക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്നും വാബ്ദ ആരോപിക്കുന്നുണ്ട്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള മധ്യസ്ഥ ചർച്ചകളിൽ പാകിസ്ഥാനെ പ്രതിനിധീകരിക്കുന്ന ഉന്നത നേതാക്കളിൽ ഒരാളാണ് ഇഷാഖ് ദാർ. കൊല്ലപ്പെട്ട ഇറാൻ നേതാവ് ആയത്തുള്ള അലി ഖാനും അന്ത്യാഞ്ജലികൾ അർപ്പിക്കാൻ വെള്ളിയാഴ്ച തെഹ്റാനിലെത്തിയ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും സൈനിക മേധാവി അസീം മുനീറിനൊപ്പം ഇഷാഖ് ദാറും ഉണ്ടായിരുന്നു. കൊച്ചുമകന്റെ അറസ്റ്റിൽ ഇഷാഖ് ദാർ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. പാകിസ്ഥാൻ വിദേശ നിക്ഷേപകരെ ആകർഷിക്കാൻ ശ്രമിക്കുന്നതിനിടെയുണ്ടായ ഈ സംഭവം രാജ്യത്തിന്റെ അന്താരാഷ്ട്ര പ്രതിച്ഛായയ്ക്ക് വലിയ മങ്ങലേൽപ്പിച്ചിരിക്കുകയാണ്. അങ്ങേയറ്റം ആസൂത്രിതമായ ഈ കുറ്റകൃത്യത്തിന് പിന്നിലെ ഉന്നത ബന്ധങ്ങൾ അന്വേഷണത്തിലൂടെ പുറത്തു വരുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. പ്രതികൾക്കെതിരെ സുതാര്യമായ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാകുമ്പോൾ ഒളിവിൽ ബോസ് ആര് എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് പാകിസ്ഥാൻ. ഉന്നതരുടെ സ്വാധീനം അന്വേഷണത്തെ ബാധിക്കുമോ എന്ന ആശങ്കയും ശക്തമാണ്.